ശുദ്ധജല ദൗർലഭ്യം രൂക്ഷമായ തൃശൂർ കൊടുങ്ങല്ലൂരിൽ പ്രത്യേക കുടിവെള്ള പദ്ധതികൾ നടപ്പാനൊരുങ്ങിയിരിക്കുകയാണ് എം.എൽ.എ. ഇ.ടി. ടൈസൺ മാസ്റ്റർ. പ്രാദേശിക ശുദ്ധജല സ്രോതസ്സുകളും ഉപയോഗശൂന്യമായ വാട്ടർ ടാങ്കുകളും ഉപയോഗപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കുക. കടലും പുഴയും അതിരിടുന്ന കയ്പമംഗലം മണ്ഡലത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായതോടെയാണ് എം.എൽ.എ. ടൈസൺ മാസ്റ്റർ മുൻകൈയെടുത്ത് പ്രത്യേക പദ്ധതി നടപ്പാക്കാൻ ഒരുങ്ങുന്നത്. വിവിധ ഗ്രാമപഞ്ചായത്തുകളുടെ സഹകരണത്തോടെ ഓരോ വീടുകളിലും വെള്ളം എത്തിക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. പ്രാദേശിക ശുദ്ധജല സ്രോതസ്സുകളും ഉപയോഗശൂന്യമായ വാട്ടർ ടാങ്കുകളും പദ്ധതിക്കായി ഉപയോഗിക്കും. എം.എൽ.എ. ഫണ്ടും തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ടും ഉപയോഗിച്ചാകും പദ്ധതി നടപ്പാക്കുക. ഫണ്ട് നമുക്ക് ഇപ്പോൾ യഥാർത്ഥത്തിൽ വലിയ വിഷയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ എം.എൽ.എ. ഫണ്ട് വേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ല മറ്റേതെങ്കിലും ഫണ്ട് കൊണ്ടുവരുന്നതിനും പ്രയാസമില്ല. ഇവിടെ തന്നെ വികസന പ്രവർത്തനങ്ങളെല്ലാം നടക്കുമ്പോൾ എം.എൽ.എ. ഫണ്ട് എന്ന് പറയുന്നത് 5 കോടി രൂപയാണ്. പക്ഷേ എത്രയോ കോടിക്കണക്കിന് വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ നടക്കുന്നതിന് കാരണം വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലായിട്ടുള്ള ഫണ്ടുണ്ട്. ആ ഫണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള നല്ല ശ്രമം നടത്തുന്നുണ്ട്. അതിലെനിക്ക് വളരെ സന്തോഷം. നമ്മൾ സമീപിക്കുന്ന മന്ത്രിമാരെല്ലാവരും ആ വിഷയത്തിൻ്റെ മെറിറ്റ് അടിസ്ഥാനത്തിൽ എന്നോടും അല്ലെങ്കിൽ എൻ്റെ പ്രദേശത്തുള്ളവരും കയ്പമംഗലത്തുകാരോടും അതിനനുസരിച്ചുള്ള ഒരു സ്നേഹം കാണിക്കുന്നുണ്ട്. അതിനോട് നന്ദി പറയുകയാണ്. ശുദ്ധജലക്ഷാമം ഏറ്റവും രൂക്ഷമായ ശ്രീനാരായണപുരം പഞ്ചായത്തിലടക്കം നിരവധി പേർക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. ഇതിനായി പ്രത്യേകം പ്രോജക്റ്റ് തയ്യാറാക്കാൻ പഞ്ചായത്തിന് നിർദ്ദേശം നൽകിയതായി എം.എൽ.എ. പറഞ്ഞു. കയ്പമംഗലം മണ്ഡലത്തിൽ ശുദ്ധജലത്തിനായി വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണ സംവിധാനത്തെയാണ് ജനങ്ങളിലേറെ പേരും ആശ്രയിച്ചിരുന്നത്. എന്നാൽ പ്രദേശത്തുകൂടി കടന്നുപോകുന്ന ദേശീയപാത 66ന്റെ നിർമ്മാണം ആരംഭിച്ചതോടെ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പുകൾ പല സ്ഥലങ്ങളിലും മുറിച്ചു മാറ്റേണ്ടി വന്നു. ഇതോടെയാണ് ജലവിതരണം പൂർണ്ണമായും തകരാറിലായത്. പദ്ധതി വിജയകരമായി നടപ്പിലാക്കാനായാൽ മണ്ഡലത്തിലെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണാനാകുമെന്നാണ് അധികാരികൾ പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് മലയാളം, തൃശൂർ.